അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സിംഗിൾ ലൈൻ കമന്റ് എന്നുള്ളതാണ്. സിംഗിൾ ലൈൻ കമന്റ് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രോഗ്രാം എഴുതുകയാണെന്ന് കൂട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് ഹാഷ് ഇൻക്ലൂഡ് ജസ്റ്റ് ഒരു സമ്മിൻ്റെ പ്രോഗ്രാം ചെയ്യാം. ആദ്യം നമ്മളൊരു ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നു. ഹാഷ് ഇൻക്ലൂഡ് stdio.h. എന്താണ് ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പ്രിന്റ്എഫും സ്കാൻഎഫും ഫംഗ്ഷനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സമ്മിൻ്റെ പ്രോഗ്രാം ചെയ്ത് നോക്കുകയാണ്. ഇൻറ്റ് മെയിൻ സമ്മിൻ a is equal to 1, b is equal to 2. അതേപോലെ തന്നെ സം ഈസ് ഈക്വൽ ടു a plus b. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വലിയ വലിയ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വെബൊക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ഡെവലപ്പേഴ്സൊക്കെ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഈ കമൻസ് ഒരു സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു യൂസ്ഫുൾ ആണ്. ഇപ്പോൾ സിംഗിൾ ലൈൻ കമന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ സിംഗിൾ ലൈൻ കമന്റ് ചെയ്യാം. ഡിക്ലറേഷൻ പിന്നെ താഴെ കാൽക്കുലേഷൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് യൂസർ, അതായത് പ്രോഗ്രാമറിന് മനസ്സിലാവണമെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ പ്രോഗ്രാമർ ഒരു പ്രോഗ്രാം ചെയ്തതിന് ശേഷം വേറൊരാൾക്ക് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരാൾക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താണ് ആ പ്രോഗ്രാമിന്റെ ലൈൻ ഉദ്ദേശിക്കണം എന്നുള്ളത് നമുക്ക് കമന്റ് ആയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ സിംഗിൾ ലൈൻ കമന്റ് ആണ്. ഈ ഡബിൾ സ്ലാഷ് ഇട്ടിട്ടുള്ളത് സിംഗിൾ ലൈൻ കമന്റ് ആണ്. അതേപോലെ തന്നെ അതിൽ തന്നെ എന്തുണ്ട്, മൾട്ടി ലൈൻ കമന്റ് ഉണ്ട്, സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മൾട്ടി ലൈൻ കമന്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 3-4 ലൈനൊക്കെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു സ്ലാഷ് ഇടുന്ന്, അതിനുശേഷം ഒരു സ്റ്റാർ, അതേപോലെ തന്നെ ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർട്ട് റൈറ്റിംഗ്, സ്റ്റാർട്ട് കോഡ് ആൻഡ് ബിഗിന്നോ എന്തെങ്കിലും ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കമന്റ് ക്ലോസ് ചെയ്യാനായിട്ട് ആദ്യം സ്റ്റാർ ഇടുക, എന്നിട്ട് ബാക്ക് സ്ലാഷ് ഇടുക. അപ്പൊ എന്തായി, മൾട്ടി ലൈൻ കമന്റ് ആയി. മുകളിൽ നമ്മൾ ചെയ്തത് സിംഗിൾ ലൈൻ കമന്റ് ആയിരുന്നു, അതിന് ഡബിൾ സ്ലാഷ് കൊടുത്താൽ മതി. മൾട്ടി ലൈൻ കമന്റ് വരുന്ന കേസിൽ നമ്മൾ സ്ലാഷും സ്റ്റാറും, അതേപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോൾ സ്റ്റാറും സ്ലാഷ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം. അപ്പൊ ഇതാണ് കമന്റ്സ് എന്ന് പറയുന്നത്. ഇത് വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്താണ് ആ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കമന്റ് ചെയ്തേക്കാവുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ കിടക്കുന്നത് കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഇഫ് എന്താണെന്നുള്ളതാണ്. അതിൽ ഇഫ്, എൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇഫ് എന്താ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാണ്. ആദ്യം ഞാൻ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാണ്. ഹാഷ് ഇൻക്ലൂഡ് stdio.h ഇൻറ്റ് മെയിൻ, അതായത് റിട്ടേൺ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻറ്റ് മെയിൻ കൊടുക്കുക, അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വോയിഡ് മെയിൻ കൊടുക്കാം. ഹാഷ് ഇൻക്ലൂഡ് stdio.h പ്രിന്റ്എഫും സ്കാൻഎഫും ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇൻറ്റില് നം ഈസ് ഈക്വൽ ടു 8 കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് നം ഈസ് ഈക്വൽ ടു, ഇഫ് നം പെർസെൻറ്റേജ് 2 ഈസ് ഈക്വൽ ടു 0, പ്രിന്റ്എഫ് the percentage is even, comma num.
അപ്പൊ എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾ നമ്പർ നമ്മിലേക്ക് ഒരു 8 അസൈൻ ചെയ്ത് വെച്ചു. എന്നിട്ട് ആ നമ്പറിനെ എന്ത് ചെയ്തു, പിന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 0 ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്പർ ഈവൻ ആണ്. അത് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. The 8 is even നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണാം. അപ്പൊ ഇതാണ് നമ്മൾ ഇഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലത്തെ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് നെറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് പല കേസിലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, പലതരത്തിലുള്ള കമ്പാരിസൺ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്തത് ഒരു നമ്പർ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് ഉണ്ടായത്. ഇനി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അപ്പോ അതിനായിട്ട് നമ്മളിപ്പോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇന്റെ നമ്പർ ഈസ് ഈക്വൽ ടു ഒരു 10 കൊടുക്കുകയാണ്. ഒരു 10 അസൈൻ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഒരു ഇഫില് നമ്മൾ നം ലെസ് ദാൻ 5. അപ്പോൾ നമ്മൾ പ്രിന്റ്എഫിൽ ഒരു ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ കൊടുക്കണം. പ്രിന്റ്എഫില് percentage d is less than 5. എന്നിട്ട് ഇവിടെ കോമ ഇട്ടിട്ട് ഒരു നം കൊടുക്കണം. എന്തിനാണ് ഈ നം കൊടുക്കുന്നത്? നമ്മളിപ്പോ ഈ പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്ന ഈ ഒരു ഇൻറ്റിജർ പ്രിന്റ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പെർസെൻറ്റേജ് ഡി ഇൻറ്റിജർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കോമ ഇട്ടിട്ട് നമ്മ പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യത്തെ ഇഫിൽ ഒരു കണ്ടീഷൻ കൊടുത്തു. 3 കണ്ടീഷൻസ് വരുമ്പോൾ ഇഫ് 2 കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇഫ് എൽസ് ആണ്. അപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് കാണിച്ചു തരാം. ഇഫ് എൽസ് ഇപ്പൊ 2 കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇഫിലൊരു കണ്ടീഷൻ കൊടുത്താൽ പിന്നെ എൽസിൽ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എൽസിൽ കൊടുക്കുകയാണെങ്കിൽ ദ പെർസെൻറ്റേജ് ഡി, അതായത് നമ്പർ ഈസ് ലെസ് ദാൻ 5. അതല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5. ദ നമ്പർ ഈസ് അല്ലെങ്കിൽ ദ പെർസെൻറ്റേജ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 5. കോമ ഇട്ടിട്ട് നമ്മ കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. പെർസെൻറ്റേജ് ഓക്കെ. അപ്പൊ ഇവിടെ ഇപ്പോൾ വന്നത് നമ്പർ നമ്മൾ 10 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്പർ 10 ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് കൊടുക്കണം. സോ ഓക്കെ, ദ 10 ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോ നമ്പർ നമ്മൾ ലെസ് ദാൻ 5 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഇഫിലെ കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്പർ 10 ഉള്ളത് നമുക്കൊരു 4 ആക്കി വെക്കാം. എന്നിട്ട് റൺ കൊടുക്കുക. അപ്പൊ എന്താണ്, ഇത് 4 ഈസ് ലെസ് ദാൻ 5. അപ്പൊ ആദ്യം ഞാൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം ഇന്റെ നമ്പറിൽ നമ്മൾ 4 കൊടുത്തു. അപ്പോൾ ഇഫിൽ ആ കണ്ടീഷൻ ചെക്ക് ചെയ്തു. നമ്പർ 5നേക്കാളും താഴെയാണെങ്കിൽ, അതായത് കുറവാണെങ്കിൽ പ്രിന്റ്എഫിൽ എന്ത് വരുന്നു, ദ പെർസെൻറ്റേജ് ഡി, അതായത് ആ 4 എന്താണ്, 4 ഈസ് ലെസ് ദാൻ 5 ആണ്. അതല്ല എൽസ് കണ്ടീഷൻ നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് അതിന്റെ ഓപ്പോസിറ്റ് ആവില്ല. അപ്പൊ ആ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രിന്റ്എഫിൽ ദ പെർസെൻറ്റേജ് ഡി ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പൊ ഇതാണ് ഇഫും എൽസും. ഇതുപോലെ തന്നെ 3 കണ്ടീഷൻ ആയിട്ട് വരും. ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഇന്റ് നം ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുത്ത്, അതേപോലെ തന്നെ എൽസ് ഇഫ് എന്ന് വരും. എൽസ് ഇഫിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, നം ലെസ് ദാൻ 10. അങ്ങനെ ആകുമ്പോൾ ദ പെർസെൻറ്റേജ് ഡി ഈസ് ബിറ്റ്വീൻ 4 and 9. ഓക്കെ, 4 and 9. അതേപോലെ തന്നെ എൽസിൽ
the number is greater than കൊടുക്കാം. else the number is greater than 10 എന്ന് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഈ ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ the number is 10 അല്ലെങ്കിൽ ഇത് പെർസെൻറ്റേജ് ഡി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പെർസെൻറ്റേജ് ഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത പോലെ എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെർസെൻറ്റേജ് ഡി കൊടുത്തിട്ട് ഇവിടെ ആ എന്ന് കൊടുക്കണം. കാരണം ആ ഒരു നമ്പറാണ് നമ്മളവിടെ പ്രിന്റ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ അവിടെ എക്സ്ട്രാ ഒരു കോമ ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് റൺ കൊടുക്കാം. എറർ സെമിക്കോളൻ ഇടാട്ട് പോയി. അവിടെ 4 ഈസ് ലെസ് ദാൻ 5, അതായത് 4 5നേക്കാളും താഴെയാണ്. ഇനി നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു 6 കൊടുത്തു നോക്കാം. എന്നിട്ട് റൺ ചെയ്യുമ്പോൾ കണ്ടീഷൻ വർക്ക് ആയത് എൽസിഫിലെ കണ്ടീഷനാണ്. ആദ്യത്തെ കണ്ടീഷൻ ഇഫിലായിരുന്നു വർക്ക് ആയത്, ഇപ്പോഴത്തെ കണ്ടീഷൻ എൽസിഫിലായിരുന്നു. അവിടെ നമ്പർ 6 ഈസ് ഗ്രേറ്റർ എന്ന് കൊടുത്തു. അത് നമ്പർ ഈസ് അല്ലെങ്കിൽ ദ പെർസെൻറ്റേജ് ഡി ഈസ് ബിറ്റ്വീൻ 4 and 9. അത് 6 ഈസ് ബിറ്റ്വീൻ 4 and 9 അങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എൽസ് ആണ് വർക്ക് ചെയ്യാനുള്ളത്. അതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 10നേക്കാളും വലിയൊരു നമ്പർ കൊടുക്കാം, ഒരു 18 കൊടുക്കാം. റൺ കൊടുക്കുകയാണെങ്കിൽ the 18 ഈസ് ഗ്രേറ്റർ ദാൻ 10, അതായത് ഈ ഒരു രണ്ട് കണ്ടീഷനിലും പെടാത്തൊരു കണ്ടീഷനാണ് ലാസ്റ്റ് എൽസിലായിട്ട് വരിക. ഇഫിൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടാൽ എൽസിഫിൽ ഒരു കണ്ടീഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിട്ട് എൽസിൽ ഒരു കണ്ടീഷൻ കൊടുക്കണം. കാരണം ഈ രണ്ട് കണ്ടീഷനും കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് പിന്നെ വരിക. അപ്പോൾ അതിനനുസരിച്ചുള്ള മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ എൽസിഫിനോട് തന്നെ, അതായത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്. ഇപ്പോൾ ഒരു എൽസിഫും കൂടി എക്സ്ട്രാ വരാമെന്ന് കൂട്ടുക, എൽസിഫും കൂടി. അപ്പോൾ നമ്മൾ പുതിയൊരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്പർ ഈക്വൽസ് ഒരു 10 ആണെന്ന് നോക്കുക. അപ്പോൾ അവിടെ കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ the number equals to 10. The percentage d equals to 10. ഓക്കെ. അപ്പോൾ ഇനി ഈ നമ്പറിന് പകരം ഇപ്പൊ നമ്മൾ 18 കൊടുത്തത്. 18 കൊടുത്തുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്പർ 18 ഈക്വൽ അല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരു 10 കൊടുക്കുകയാണ്. അപ്പൊ റൺ ചെയ്ത് നോക്കുമ്പോൾ the 10 equals to 10, അതായത് നമ്പർ 10നോട് ഈക്വൽ ആണ്. അപ്പൊ ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറെ കണ്ടീഷൻ വലിയ വലിയ പ്രോഗ്രാമിലൊക്കെ വരാം. കുറെ കണ്ടീഷൻസ്, ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത്, വേറൊരു കണ്ടീഷൻ വരുമ്പോൾ എന്താണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് തന്നെയുള്ളൂ. ഇനി കൺട്രോൾ ഫ്ലോ തന്നെ കുറച്ച് ബാക്കി ടോപ്പിക് കൂടി ഉണ്ട്. ഫോർ വൈല്, ഡു വൈല്, ബ്രേക്ക്, കണ്ടിന്യൂ, സ്വിച്ച് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്.